ഈ തിരുവൾത്താരയെ അതിവിശുദ്ധമാക്കാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ബഹുമാനപ്പെട്ട സിൽവദാസച്ചൻ, നവവൈദികരെ, പ്രിയ വൈദിക ശ്രേഷ്ഠരെ, സിസ്റ്റേഴ്സ്, പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പള്ളം ഇടവകയെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു ചരിത്രത്തിന് വഴി തുറക്കുകയാണ്. ഞങ്ങളുടെക്കും ഒരു വൈദികനുണ്ട് എന്ന് അവകാശപ്പെടാൻ ദൈവം അതിയായി കനിഞ്ഞ് അനുഗ്രഹിച്ച ദിവസമാണിന്ന്. ചരിത്രം കുറേ കഴിഞ്ഞുവെങ്കിലും പള്ളം ഇടവകയിൽ നിന്ന് ഒരു വൈദികനെ ഉയർത്താൻ ഇത്രയേറെ കാത്തിരിക്കേണ്ടി വന്നു. കാത്തിരിപ്പിനൊടുവിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം കൃപയായി ഈ പുണ്യഭൂമിയിലേക്ക് ചൊരിഞ്ഞിരിക്കുകയാണ് ബഹുമാനപ്പെട്ട സിൽവദാസ് അച്ഛനിലൂടെ. ഇന്ന് ഈ സന്തോഷത്തിൽ പങ്കുചേരുമ്പോൾ നമ്മുടെ വിശ്വാസത്തിൽ കൂടുതൽ ദൈവം എത്രത്തോളം നമ്മുടെ പ്രാർത്ഥനകളിൽ അവിടുന്ന് അനുഗ്രഹം ചൊരിഞ്ഞു എന്ന് ആത്മവിശകലനം ചെയ്യുന്ന ദിവസം കൂടെയാണ്. ആദ്യമേ തന്നെ ഇന്ന് ആഗോള കത്തോലിക്ക സഭ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മംഗളവാർത്ത തിരുനാൾ ആഘോഷിക്കുന്നു. അതിൻ്റെ സുവിശേഷമാണ് നാം ഇന്ന് വായിച്ചു കേട്ടത്. എന്തുകൊണ്ടും ഈ ദിവസത്തെ കൂടുതൽ ധന്യമാക്കുകയാണ്. ഈ ദേവാലയത്തെ അതിമനോഹരമായി നാം പടുത്തുയർത്തിയെങ്കിൽ ഈ ദേവാലയത്തെ അതിവിശുദ്ധമാക്കുന്നത് പുരോഹിതൻ അർപ്പിക്കുന്ന ബലിയിലൂടെയും അവൻ അർപ്പിക്കുന്ന ബലിയിൽ പങ്കുചേരുന്ന ദൈവജനത്തിന് ലഭിക്കുന്ന കൃപകളിലൂടെയുമാണ്. ഞാൻ സിൽവദാസിൻ്റെ അമ്മ മേബിൾ മേരിയെ ഹൃദയപൂർവ്വം ശിരസ് നമിച്ച് വന്ദിക്കുകയാണ്. ഇന്ന് പരിശുദ്ധ കന്യകാമറിയത്തെ അനുസ്മരിക്കുമ്പോൾ സിൽവദാസിൻ്റെ അമ്മ മേബിൾ മേരിയെ ഓർക്കാതെ പോവുക സാധ്യമല്ല. തനിക്ക് തൻ്റെ ജീവിതത്തിൽ, തൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ ഭർത്താവിന് നഷ്ടപ്പെട്ട മേബിൾ മേരി തൻ്റെ ജീവിതത്തിൽ ആശ്രയമായി തനിക്ക് ലഭിച്ച 3 മക്കളിൽ ഒന്നിനെ ബാല്യത്തിൽ തന്നെ ബലി കൊടുത്തുവെങ്കിലും 2 മക്കളിൽ ഒന്ന് പെൺകുഞ്ഞും ഒന്ന് ആൺകുഞ്ഞുമാണ്. എല്ലാം നഷ്ടപ്പെട്ടവൻ്റെ മുന്നിൽ ആശ്രയമായി നൽകിയ സിൽവദാസിനെ മേബിൾ മേരി മറ്റൊന്നിനും വേണ്ടിയല്ല, ദൈവത്തിന് വേണ്ടി തന്നെ കാഴ്ചവെക്കുവാൻ, ആ ഹൃദയം തുറന്ന് ദൈവത്തിന് സമർപ്പിക്കുവാൻ, തന്നെ തന്നെ വിട്ടുകൊടുക്കുവാനുള്ള ആ നല്ല മനസ്സിന് മുമ്പിലാണ് ശിരസ് നമിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇന്നിൻ്റെ കാലഘട്ടത്തിൽ ഇത് സാധ്യമാവുക പ്രയാസമാണ്. ഇന്നിൻ്റെ കാലഘട്ടത്തിൽ സ്വാർത്ഥതയുടെയും നിരന്തരമായ ജീവിതത്തിൻ്റെ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പേരും പെരുമയ്ക്ക് വേണ്ടി വീമ്പെടുക്കുകയും പരസ്പരം കലഹിക്കുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ എല്ലാം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് തനിക്ക് ആശ്രയമായി തന്ന തൻ്റെ മകനെ തന്നെ ദൈവത്തിന് സമർപ്പിച്ച് ഇന്ന് ബലിയർപ്പിക്കുവാൻ തക്കവിധം ഒരുക്കിയെങ്കിൽ ആ അമ്മ പരിശുദ്ധ കന്യകാമറിയത്തെ പോലെ ഇന്ന് നമ്മുടെ മുമ്പിൽ വലിയൊരു മാതൃകയായി നിൽക്കുകയാണ്. പ്രിയമുള്ളവരെ, ദൈവവിളിക്ക് പ്രതിസന്ധി നേരിടുന്ന ഈ കാലഘട്ടത്തിലാണ് സിൽവദാസച്ചൻ ആ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്ത് വലിയൊരു പൗരോഹിത്യത്തിൻ്റെ അന്തസ്സിലേക്ക് ഉയർത്തപ്പെട്ടിരിക്കുന്നത്. നമുക്കും സിൽവദാസച്ചനു വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും. ഒരു വൈദികനും സ്വന്തം കുടുംബത്തിന് സ്വന്തമല്ല, ഒരു വൈദികനും സ്വന്തം നാടിനും സ്വന്തമല്ല. അയക്കപ്പെടുന്ന മേഖലകളിൽ, അയക്കപ്പെടുന്ന സമൂഹത്തിൽ അയക്കപ്പെടുന്നവർക്ക് വേണ്ടി സ്വയം ഒരുക്കി തീരേണ്ടവനാണ് പുരോഹിതൻ. പള്ളം ഇടവക ഞങ്ങൾക്കും ഒരു വൈദികൻ സ്വന്തമായി ഇന്ന് അവരോധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നുവെങ്കിലും ആ വൈദികൻ്റെ സേവനവും ശുശ്രൂഷയും നമുക്ക് സ്വന്തമല്ല. നമുക്ക് സ്വന്തമായുള്ളത് വൈദികൻ എന്ന നാമം മാത്രം. നാം വൈദികന് കൊടുക്കുന്നത് നമ്മുടെ കൈവെള്ളയിൽ നാം ഉരുട്ടുന്ന ജപമണികളും പ്രാർത്ഥനകളുമാണ്. ഈ ദേവാലയത്തിൽ നിന്ന് മറ്റൊരു തലങ്ങളിലേക്ക് ശുശ്രൂഷ ചെയ്യുവാൻ അയക്കപ്പെടുമ്പോൾ ഈ ഇടവക മക്കൾ സിൽവദാസച്ചന് നൽകുന്നത് പ്രാർത്ഥനയുടെ നമ്മുടെ പരിത്യാഗത്തിൻ്റെ, ദൈവവും ദൈവത്തിൻ്റെ സഹചാരികളും എന്നും സഹായകമായി കൂട്ടുനിൽക്കണമേ എന്ന ഹൃദയം തുറന്നുള്ള പ്രാർത്ഥനകളും മാത്രമാണ്. എങ്കിലും പ്രിയമുള്ളവരെ,
നമ്മളെ ആഴമായി ചിന്തിക്കുന്നത് മേബിൾ മേരിയെ, ഈ മകനെ ദൈവത്തിന് സമർപ്പിക്കുവാൻ എന്താണ് ആ ഉള്ളിൻ്റെ ഉള്ളിൽ കണ്ടെത്തിയത്? ഈ അമ്മയ്ക്ക് ഞാൻ മാത്രമേ ഉള്ളൂ, ഇനിയും എനിക്ക് ഒരു സഹോദരിയും, ആ സഹോദരിയെ കെട്ടിച്ചയക്കണം, വീട്ടിലെ പ്രാരാബ്ദങ്ങളെല്ലാം ഉണ്ട് എന്ന് കുഞ്ഞുനാൾ മുതലേ ചിന്തിച്ച സിൽവദാസൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എല്ലാം വിട്ടെറിഞ്ഞ് ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെടുവാൻ ആ ഉള്ളിൻ്റെ ഉള്ളിലെ വികാരം എന്തായിരുന്നിരിക്കണം? അതേ പ്രിയമുള്ളവരെ, പൗരോഹിത്യം എന്നത് ഒരു ജോലിയല്ല. പൗരോഹിത്യം എന്നത് ഒരു സമർപ്പണമാണ്. പൗരോഹിത്യം എന്നത് ഒരു പദവിയല്ല. പൗരോഹിത്യം എന്നത് ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുക എന്നതാണ്. ദൈവം ഭരമേൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം ആമേനെന്ന് പ്രത്യുത്തരിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ യാത്ര ആരംഭിക്കുക എന്നതാണ്. ഈ രണ്ട് ചിന്തകളുമാണ് സിൽവദാസ് അച്ഛനെ ഇന്ന് ഈ തിരുവൾത്താരിയിലേക്ക്, ഈ ബലിപീഠത്തെ പരിപാവനനാക്കി തീർക്കാൻ, ഈ ദൈവജനത്തിന് ദൈവ അനുഗ്രഹം വാങ്ങിച്ചു നൽകുവാൻ ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ട പൗരോഹിത്യം എന്ന വലിയ മഹാ അന്തസ്സിലേക്ക് ഉയർത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് പൗരോഹിത്യം എന്ന അന്തസ്സിനെ വിശുദ്ധ ഇഗ്നേഷ്യസ് പറയുന്നത്, സൃഷ്ടിക്കപ്പെട്ട എല്ലാ അന്തസ്സുകളിലും പരമോന്നതവും ശ്രേഷ്ഠവുമാണ് പൗരോഹിത്യമെന്ന അന്തസ്സ്. ഒരു വൈദികനാകുന്നതിന് അവന് രൂപീകരണം നൽകേണ്ട സമയമെന്നത് 13 വർഷക്കാലമാണ്. ഈ ലോകത്തിലെ മറ്റെന്ത് ഉദ്യോഗത്തിനാണ് ഇത്രയേറെ കാലയളവിൽ പരിശീലനം ലഭിക്കുന്നത്? ഈ ലോകത്തിലെ മറ്റെന്ത് ഉയർന്ന അന്തസ്സിനാണ് ഒരു വ്യക്തി ഇത്രയേറെ വർഷങ്ങൾ രൂപീകരണത്തിനായി ചെലവഴിക്കുന്നത്? പ്രിയമുള്ളവരെ, ഈ 13 വർഷക്കാലവും സെമിനാരിയിൽ കയറിയ നാൾ മുതലുള്ള തൻ്റെ കൈവെള്ളയിൽ ഉരുട്ടിയ ജപമാലയുടെ ജപമണികളും ആരാധനകളും പ്രാർത്ഥനകളും വചനവായനകളും ധ്യാനങ്ങളും കുമ്പസാരങ്ങളുമൊക്കെ അവനെ അതിവിശുദ്ധനാക്കുന്നു, അതിപാവനനാക്കുന്നു. അതുകൊണ്ട് തന്നെ പൗരോഹിത്യമെന്ന ആ അന്തസ്സ് അവൻ സ്വന്തമാക്കുന്നത് അതിശ്രേഷ്ഠമായതുകൊണ്ടാണ്. ഈ ലോകത്തിലെ മറ്റെന്തിനേക്കാളും അതിവിശുദ്ധമായതുകൊണ്ടാണ് ആ പൗരോഹിത്യത്തിനു വേണ്ടി ഇത്രയേറെ കാലം അവൻ ഒരുങ്ങി വന്നിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ എഫ്രേം പറയുന്നത്, ഇതാ ഒരു അനന്തമായ അന്തസ്സാണിത്, വിസ്മയിപ്പിക്കുന്ന അത്ഭുതവും മഹനീയവും അതിബഹൃത്തായ അനന്തമായ ദൈവസ്നേഹത്തിൻ്റെ ബഹിസ്ഫുരണവുമാണ് ഈ പൗരോഹിത്യം എന്നത്. ആ അന്തസ്സിലേക്കാണ് ഇന്ന് സിൽവദാസ് പ്രവേശിച്ചിരിക്കുന്നത്. വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം പറയുന്നത്, പുരോഹിതന്റെ ചുമതലകൾ ഭൂമിയിലാണ് അനുഷ്ഠിക്കപ്പെടുന്നതെങ്കിലും അവന് അവയെ തന്നെ സ്വർഗത്തിലെ കാര്യങ്ങളായിട്ടാണ് എണ്ണപ്പെടുന്നത്. പുരോഹിതനായി ഉയർത്തിയ ആ അന്തസ്സിലേക്ക് പ്രവേശിച്ച ആ മനുഷ്യൻ ദൈവിക മനുഷ്യനാണ്. അവൻ ഈ ഭൂമിയിൽ അനുഷ്ഠിക്കുന്ന സകലതും സ്വർഗത്തിൽ എണ്ണപ്പെടുന്ന കാര്യങ്ങളായിട്ടാണ് വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അങ്ങനെയെങ്കിൽ സിൽവദാസച്ചൻ ഇന്നു മുതൽ നടന്ന് മുന്നോട്ട് യാത്രയാകുന്ന ഓരോ കാൽവയ്പ്പുകളും, അവൻ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും സ്വർഗത്തിൽ എണ്ണപ്പെടുന്ന സ്വർഗീയ കാര്യങ്ങളുടെ, വിശുദ്ധമായ കാര്യങ്ങളുടെ ഉടമസ്ഥനായി ദൈവം നിയോഗിച്ച ആ വലിയ അന്തസ്സിൻ്റെ ഉടമയായിട്ടാണ് സിൽവദാസനച്ചൻ മാറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, എല്ലാ ഭൗമിക പരമാധികാരങ്ങളിലും മുകളിൽ ഒരു സ്വർഗീയ ഉന്നതികൾക്കും ഉപരിയായി ദൈവത്തിൻ്റെ പുരോഹിതൻ മഹത്വീകരിക്കപ്പെട്ടിരിക്കുന്നു. അവൻ ചെയ്യുന്ന പ്രവൃത്തികളിൽ ഈ ലോകത്തിലെ നശ്വരമായ വസ്തുക്കൾക്കപ്പുറം അനശ്വരതയെ സ്വന്തമാക്കുവാൻ ദൈവജനം ആഗ്രഹിക്കുന്ന അനശ്വരതയ്ക്ക് ദൈവത്തിൻ്റെ കൃപകൾ ദൈവജനത്തിലേക്ക് എത്തിക്കുന്നത് പോലെ അവൻ്റെ ജീവിതവും അവൻ ചെയ്യുന്ന കർമ്മങ്ങളിലൂടെ ഓരോ ദിവസവും മഹത്വീകരിക്കപ്പെടുകയാണ്. വിശുദ്ധ ഡെന്നീസ് പറയുന്നത്, പുരോഹിതൻ ഒരു ദൈവീക മനുഷ്യനാണ്. അവൻ പുണ്യം നിറഞ്ഞ ജീവിതത്തിൻ്റെ ഉടമയാണ്. അവൻ ദൈവീക മനുഷ്യനാണ്, പുണ്യം നിറഞ്ഞ ദൈവീക നന്മകളുടെ ഉടമസ്ഥനാണ്. എന്നാൽ വീണ്ടും നമ്മെ അധികമായി ചിന്തിപ്പിക്കുന്നത് പൗരോഹിത്യം ദൗത്യം ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം എന്താണ്? ഈ പൗരോഹിത്യ ദൗത്യത്തിലൂടെ സിൽവദാസച്ചൻ മനസ്സിലാക്കേണ്ട പ്രാധാന്യം എന്താണെന്ന്, പുരോഹിതന്റെ ജീവിതം, അതിൻ്റെ മൂല്യങ്ങൾ നിർണയിക്കുന്നത് അവൻ മഹത്വീകരിക്കപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയുടെ സ്വഭാവത്തിൽ നിന്നുമാണ്. അവൻ ഇന്നു മുതൽ ചെയ്യുന്ന ശുശ്രൂഷയുടെ സ്വഭാവത്തിൽ നിന്നുമാണ് ഈ പൗരോഹിത്യത്തിലേക്ക് പ്രവേശിച്ചതും അവൻ്റെ ശുശ്രൂഷയിലൂടെ ദൈവം മഹത്വീകരിക്കപ്പെടുന്നതും എന്നതിൻ്റെ മൂല്യങ്ങൾ നിർണയിക്കപ്പെടുന്നതും. പുരോഹിതരെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത് ദൈവത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളും താല്പര്യങ്ങളും
ഭൂമിയിൽ കൈകാര്യം ചെയ്യുന്നതിനാണ്. പുരോഹിതനെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത് ഭൂമിയിൽ ദൈവ ഇഷ്ടം നിറവേറ്റാനും ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കി ദൈവഹിതമനുസരിച്ച് തങ്ങളെ തന്നെ വിറ്റുകൊടുത്തുകൊണ്ട് അതിനെ പൂർണ്ണമായി നിറവേറ്റുവാനും തക്കവിധം അവനെ പ്രാപ്തനാക്കി അവനെ രൂപീകരിച്ച് അതിൻ്റെ ഫലപ്രാപ്തി കണ്ടെത്തുവാനുമാണ് ദൈവം പുരോഹിതരെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അലക്സാണ്ട്രിയയിലെ വിശുദ്ധ സിറിൽ പറയുന്നത്, പുരോഹിതനിൽ വിശ്വസിച്ചേൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ ദൈവീകമാണ്. പുരോഹിതനിൽ ദൈവം വിശ്വസിച്ച് അവനെ ഭരമേൽപ്പിക്കുന്ന ദൗത്യങ്ങൾ ഈ ലോകത്തിലെ മനുഷ്യൻ ആഗ്രഹിക്കുന്നതോ ഈ ലോകത്തിലെ സമൂഹം ആഗ്രഹിക്കുന്നതോ അല്ല, മറിച്ച് ദൈവത്തിൻ്റെ പദ്ധതികൾ അവനിലൂടെ നിറവേറ്റപ്പെടാനാണ്. അതേ പ്രിയ പുരോഹിത, നാം ഓരോരുത്തരും ഇന്ന് മനസ്സിലാക്കേണ്ടത് ഇതാണ്. നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം ലോകത്തിലെ നശ്വരതയ്ക്ക് വേണ്ടി, അതിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി അധ്വാനിക്കാനല്ല. ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക്, അവൻ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളറകളിലേക്ക് മന്ത്രിക്കുന്ന ദൈവിക പദ്ധതികൾ അത് തൻ്റെ പ്രാർത്ഥനയിലൂടെ തിരിച്ചറിഞ്ഞ് അത് പൂർത്തീകരിക്കുവാനുള്ള വലിയ ഉത്തരവാദിത്വം നിറവേറ്റാനാണ് പുരോഹിത നമ്മൾ ഓരോരുത്തരെയും ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഒരു പുരോഹിതൻ അർപ്പിക്കുന്ന ഒരു കുർബാനയിലൂടെ ദൈവത്തിന് നൽകുന്ന മഹത്വവും ദൈവജനത്തിന് നൽകുന്ന കൃപയുമാണ് അത് വളരെ മഹത്തരമാണെന്ന് മനസ്സിലാക്കുവാനുള്ള ഉത്തരവാദിത്വം ഓരോ പുരോഹിതനുമുണ്ട്. ഇന്ന് മുതൽ ഇനിയുള്ള ഓരോ ദിവസവും അർപ്പിക്കപ്പെടുന്ന ബലിയിൽ, ആ ബലിയിൽ പങ്കെടുപ്പിക്കുന്ന ദൈവജനത്തിന് ദൈവത്തിൽ നിന്ന് കൃപകൾ വാങ്ങിച്ചു കൊടുക്കുവാനുള്ള വലിയ ഉത്തരവാദിത്വമുണ്ട് ഓരോ പുരോഹിതനും. ആ വലിയ ഉത്തരവാദിത്വം മറന്നു പോകരുത് എന്നാണ് നമ്മെ ഓരോ ദിവസവും ഓർമ്മപ്പെടുത്തുന്നത്. അതാണ് വിശുദ്ധ എഫ്രൈം പറയുന്നത്, ഒരു പുരോഹിതൻ ദൈവവുമായി വളരെ അടുത്ത് ഇടപഴകുന്നു. ഒരു പുരോഹിതന്റെ മുമ്പിൽ എല്ലാ വാതിലുകളും തുറന്നിടുകയാണ്. ഒരു പുരോഹിതൻ അവനെന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള നിരന്തരമായ അവൻ്റെ ബന്ധത്തിലൂടെ, അവൻ്റെ സംഭാഷണത്തിലൂടെ, അവൻ ഇടപഴകുന്നതിലൂടെ അവനെ ദൈവം ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം ഇതാണ്. അവൻ്റെ മുമ്പിൽ എല്ലാ വാതിലുകളും ദൈവം തുറന്നിട്ടുകൊണ്ട് അവൻ ആഗ്രഹിക്കുന്ന രീതിയിൽ, അവൻ്റെ പ്രാർത്ഥനയിലൂടെ, അവൻ നിശ്ചയിക്കുന്ന രീതിയിൽ, ദിവ്യകാരുണ്യ അനുഭവത്തിലൂടെ ദൈവജനത്തിന് ആർക്കൊക്കെ അനുഗ്രഹങ്ങൾ നൽകണമെന്ന് അവൻ ആഗ്രഹിക്കുന്നുവോ, അവൻ മനസ്സിലാക്കുന്നുവോ, അവരിലേക്ക് എത്തിക്കുവാൻ അവൻ്റെ പൗരോഹിത്യമെന്ന വലിയ ഉത്തരവാദിത്വം അവനിൽ നിർവഹിക്കപ്പെടുന്നു. പ്രിയമുള്ളവരെ, ഒരു പുരോഹിതൻ ഇത്രയേറെ കഠിന അധ്വാനിയായി പുരോഹിതൻ നമുക്കായി ബലിയർപ്പിച്ച് കൃപകൾ നമുക്ക് വേണ്ടി വാങ്ങുമ്പോൾ ദൈവജനമാകുന്ന നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? വെറും നാമമാത്രമായി നിൽക്കേണ്ടവരല്ല. പുരോഹിതൻ ബലിയർപ്പിക്കുന്നത് അവൻ അർപ്പിക്കുന്ന ബലിയിൽ പങ്കെടുക്കുന്ന ദൈവജനത്തിന് കൃപകൾ നൽകാനാണ്. ദൈവജനം എന്നത് അവൻ അർപ്പിക്കുന്ന ബലിയിൽ നിന്ന് ആ കൃപകൾ ആർജിച്ചെടുക്കുവാനുള്ളവരാണ്. കർത്താവ് പറയുന്നത്, എന്നിൽ വിശ്വസിക്കുക മൂലം നിങ്ങൾ രക്ഷ പ്രാപിക്കും. അവനിൽ അർപ്പിക്കുന്ന ബലിയിൽ വിശ്വസിക്കുന്നവനിൽ അവൻ ആരുടെ ശിരസിൽ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുന്നുവോ ആ കരങ്ങൾ ഏൽക്കുന്ന ശിരസിന്റെ ഉടമസ്ഥൻ, ആ കരങ്ങളിലൂടെ എനിക്ക് അനുഗ്രഹം ലഭിക്കുന്നുവെന്ന ആഴമായ വിശ്വാസം അവനിൽ നിരന്തരം ശക്തിപ്പെടുമ്പോഴാണ് ആ കരങ്ങളിലൂടെ, ആ ശിരസിലൂടെ ആ ജീവിതത്തിലേക്ക് അനുഗ്രഹം കടന്നു വരുന്നുവെന്ന ആഴമായ ബോധ്യം ആ അനുഗ്രഹം വാങ്ങിക്കുന്ന ദൈവജനത്തിനുണ്ടാകണം എന്നതാണ്. വിശ്വാസമില്ല എങ്കിൽ ദൈവം നേരിട്ട് വന്ന് അനുഗ്രഹിച്ചാലും പ്രിയമുള്ളവരെ അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നില്ല. അന്ത്യ അത്താഴ സമയത്ത് 12 ശിഷ്യന്മാർ ഒരുമിച്ചിരുന്ന് അത്താഴമേശയിലിരുന്ന് അവൻ എടുത്ത് അപ്പമെടുത്ത് അവൻ ആശീർവദിച്ച് 12 പേർക്കും ഒരുപോലെ അവൻ വിഭജിച്ചു. 12 പേരിൽ ഒരുവൻ യൂദാസ് കറിയോത്ത അവൻ ആ അപ്പം എടുത്ത് മറ്റുള്ളവരെ പോലെ തന്നെ അവനും ഭക്ഷിച്ചു. പക്ഷെ അവൻ എന്ത് സംഭവിച്ചു? സുവിശേഷം പറയുന്നത് അവനിൽ സാത്താൻ പ്രവേശിച്ചു. കാരണം അവൻ അപ്പം സ്വീകരിച്ചപ്പോൾ അവൻ്റെ ഉള്ളിലെ ഓർമ്മകൾ 30 വെള്ളിക്കാശിൻ്റെ ഓർമ്മകളായിരുന്നു, ഒറ്റിക്കൊടുക്കുവാനുള്ള ഓർമ്മകളായിരുന്നു, അവനെ പഴിചാരാനുള്ള ഓർമ്മകളായിരുന്നു, അവനെ കുരിശിൽ തറയ്ക്കുവാൻ, അവനെ ബലിയാടാക്കാനുള്ള ഓർമ്മകളായിരുന്നു. സാത്താന്റെ പ്രവൃത്തികൾ, കുടിലതന്ത്രങ്ങൾ അവൻ്റെ ഹൃദയത്തെ ഭരിച്ചു. അവനിൽ സാത്താൻ പ്രവേശിച്ചു, അവൻ പോയി തൂങ്ങിച്ചത്തുവെന്നാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, ഓരോ പുരോഹിതൻ്റെയും കൈവെപ്പിലൂടെ ദൈവജനം അനുഗ്രഹം വാങ്ങിക്കുന്നത് അവരിലുള്ള വിശ്വാസത്തെ പ്രതിയാണ്. ജ്ഞാനസ്നാന കർമ്മത്തിൽ പറയുന്നത്, നിങ്ങളുടെ കുഞ്ഞ് ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നത് മാതാപിതാക്കളുടെ വിശ്വാസത്തെ പ്രതി എന്ന് പറയുന്നത് പോലെ ഒരു പുരോഹിതനിൽ നിന്ന് അനുഗ്രഹം വാങ്ങാൻ ഓടിയെത്തുന്നവൻ്റെ ഹൃദയത്തിൽ, അവൻ്റെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി മാറണമെങ്കിൽ അവൻ്റെ ഉള്ളിലെ ആഴമേറിയ വിശ്വാസം ഉണ്ടാകണം.
അതൊരു കർമ്മമല്ല, ഒരു കാഴ്ചയല്ല. പ്രിയമുള്ളവരെ, ഒരു പുരോഹിതൻ നൽകുന്ന അനുഗ്രഹം അത്രയേറെ വലുതാണ്. അതുകൊണ്ടാണ് പൗരോഹിത്യത്തിൻ്റെ കരുത്തിൻ്റെ ഈ ഗാംഭീര്യം എന്ന് പറയുന്നത്. പുരോഹിതൻ അൾത്താരയിൽ അപ്പമെടുത്ത് അവൻ ഉപയോഗിക്കുന്ന വാക്കുകൾ, അവൻ്റെ നാവിൽ നിന്ന് ഉച്ചരിക്കുന്ന വാക്കുകൾക്ക് അത്രയേറെ ശക്തിയുണ്ടെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നതാണ്. ഈ അൾത്താരമേശയിൽ ദൈവജനം കൊണ്ടുവരുന്ന കാഴ്ചയപ്പവും ദൈവജനം കൊണ്ടുവരുന്ന വീഞ്ഞും അത് അവൻ്റെ നാവിലൂടെ ഉച്ചരിക്കുന്ന വചനം വഴി ക്രിസ്തുവിൻ്റെ ശരീരമായി മാറുന്നു, ക്രിസ്തുവിൻ്റെ രക്തമായി മാറുന്നു. ഒരു പുരോഹിതൻ്റെ നാവിലൂടെ പുറപ്പെടുന്ന വചനങ്ങൾക്ക് അത്രയേറെ ശക്തിയുണ്ട്, കരുത്തുണ്ട് എന്നാണ് അത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അതേ പ്രിയമുള്ളവരെ, ദൈവം ഒരു പുരോഹിതനെ അത്രത്തോളം ഒരു ഉന്നതിയിലേക്ക് ഉയർത്തുകയാണ്. ദൈവത്തിനും മനുഷ്യനും ഇടയിലുള്ള ദൈവം പ്രതിഷ്ഠിച്ചിരിക്കുന്നവനാണ് പുരോഹിതൻ. ദൈവത്തിങ്കിലേക്ക് മനുഷ്യനെ അവൻ്റെ എല്ലാ പാപക്കറകളെയും കഴുകി വെടിപ്പാക്കി വിശുദ്ധിയിലേക്ക് അവൻ്റെ കരങ്ങളിൽ പിടിച്ച് ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുവാനുള്ള ഒരു മധ്യസ്ഥനായി അവരോധിക്കപ്പെട്ടവനാണ് പുരോഹിതൻ. അത്രത്തോളം ദൈവം അവനിൽ ആ കരുത്ത്, അനുഗ്രഹം നിക്ഷേപിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് മാലാഖമാർക്ക് പോലും തൊടാൻ കഴിയാത്ത വിധം ദൈവം മാലാഖമാരുടെ മേലുയർത്തി ഒരു പുരോഹിതനെ. ദൈവത്തിൻ്റെ ശരീരം കരങ്ങളിലേക്ക് വഹിക്കാൻ തക്ക വിധം ദൈവം ഒരു പുരോഹിതനെ ഉയർത്തിയെങ്കിൽ ആ പുരോഹിതനിൽ അത്രത്തോളം ദൈവത്തിൻ്റെ ശക്തി അവൻ അഭിഷേകത്താൽ നിറച്ചിരിക്കുന്നു എന്നതാണ് ആ കാര്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ ഇഗ്നേഷ്യസ് പറയുന്നത്, ദൈവിക കൃപകളുടെ വിതരണക്കാരനും ദൈവത്തിൻ്റെ കൂട്ടുകാരനുമാണ് പുരോഹിതൻ. ദൈവിക കൃപകളുടെ വിതരണക്കാരനും ദൈവത്തിൻ്റെ കൂട്ടുകാരനുമാണ് പുരോഹിതൻ. ദൈവത്തിൻ്റെ ചാരി നിന്ന് അവൻ നൽകുന്ന വചനങ്ങൾ തൻ്റെ നാവിലൂടെ ഉരുവിട്ട് ദൈവജനത്തിന് ദൈവിക കൃപകൾ നൽകാൻ തക്കവിധം അഭിക്ഷിക്തമായ ആ നാവിലൂടെ ദൈവത്തിൻ്റെ അഗ്നി ജ്വലിച്ചിറങ്ങുന്ന അനുഗ്രഹം ലഭിച്ചവനാണ് പുരോഹിതൻ. ജോൺ ക്രിസോസ്റ്റം പറയുന്നത്, എല്ലാ നീതിന്യായങ്ങളും സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടാൻ പുത്രൻ ഈ അധികാരം പുരോഹിതരെ ഏൽപ്പിച്ചിരിക്കുന്നു. ദൈവം ഭരമേൽപ്പിച്ച, ദൈവം ഈ ലോകത്തിലേക്ക് അയച്ച പുത്രൻ അവൻ തിരഞ്ഞെടുത്ത ശിഷ്യന്മാരിലൂടെ പൗരോഹിത്യം സ്ഥാപിക്കുന്നതിലൂടെ അവനെല്ലാ പരമാധികാരവും ദൈവികതയിലേക്ക് എത്തിക്കുവാൻ തക്കവിധം ദൈവജനത്തെ അവൻ്റെ പാപത്തിൽ നിന്ന് കഴുകി ആ കുമ്പസാരം എന്ന കൂദാശയിലൂടെ വിശുദ്ധീകരിക്കപ്പെട്ട് അവനെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുവാനുള്ള എല്ലാ അധികാരവും ഉത്തരവാദിത്വവും പുരോഹിതനെ ദൈവം ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇതെല്ലാമാണെങ്കിലും ഒരു പുരോഹിതൻ്റെ ലക്ഷ്യം എന്താണ്? ഈ പൗരോഹിത്യത്തിൻ്റെ ലക്ഷ്യം എന്താണ്? പൗരോഹിത്യത്തെ സംബന്ധിച്ചിടത്തോളം ആ പദവി മറ്റെന്തിനേക്കാളും ശ്രേഷ്ഠവും മഹത്വീകരവും ഉത്കൃഷ്ടവുമാണ്. പൗരോഹിത്യത്തെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ലക്ഷ്യമെന്നത് ഒരു ദിവ്യബലി അർപ്പിക്കുന്നതാണോ, പ്രാർത്ഥന ഉരുവിടുന്നതാണോ, അതുമല്ലെങ്കിൽ ഒരു മതമനുസരിച്ച് ജീവിക്കുന്നതാണോ ഒരു പുരോഹിതൻ്റെ ലക്ഷ്യം? അതൊന്നുമല്ല പ്രിയ പുരോഹിതരെ. ലക്ഷ്യമെന്നത് പ്രതാപവാനായ ദൈവത്തിൻ്റെ ആദരവ് കാത്തു സൂക്ഷിക്കുന്നതിനും ആത്മാക്കളുടെ രക്ഷ സാധ്യമാക്കുന്നതിനുമാണ് ഭൂമിയിൽ തന്നെ ദൈവം അവനെ തിരഞ്ഞെടുത്തത്. അവൻ്റെ ലക്ഷ്യം വളരെ സംക്ഷിപ്തമായ രൂപത്തിൽ പറയുന്നത്, പ്രതാപവാനായ ദൈവത്തിൻ്റെ ആദരവ് കാത്തു സൂക്ഷിക്കുന്നതിനും ആത്മാക്കളുടെ രക്ഷ സാധ്യമാക്കുന്നതിനുമാണ് ഭൂമിയിൽ ദൈവം പുരോഹിതനെ തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ടാണ് ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ 15-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ജനങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രധാന പുരോഹിതൻ ദൈവിക കാര്യങ്ങൾക്ക് നിയമിക്കപ്പെടുന്നത് പാപപരിഹാരത്തിനായി ബലികളും കാഴ്ചകളും അർപ്പിക്കാനാണ്. ദൈവജനത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് പുരോഹിതൻ. നിങ്ങളിൽ ഒരുവനാണ് പുരോഹിതൻ. നിങ്ങളിൽ നിന്നും വേർതിരിപ്പിക്കപ്പെട്ടവനാണ് പുരോഹിതൻ. നിങ്ങളിലെ പോലെ ഒരമ്മയിൽ നിന്ന് ജനിച്ചവനാണ് പുരോഹിതൻ. പുരോഹിതനായതുകൊണ്ട് അവൻ അതിവിശുദ്ധനായി ജീവിക്കാൻ കടപ്പെട്ടവനാണ്. എങ്കിലും മനുഷ്യനും മാനുഷികമായ ബലഹീനതകളും മൂലം അവൻ്റെ ഉള്ളറകളിലെ തെറ്റുകൾ, കുറവുകൾ ഉണ്ടെങ്കിൽ സ്വന്തം അമ്മയെപ്പോലെ, സ്വന്തം സഹോദരനെ പോലെ, സ്വന്തം സഹചാരിയെപ്പോലെ അവനെ സ്നേഹത്തോടെ വിളിക്കുവാനും സ്നേഹത്തോടെ തിരുത്തുവാനും കരുതലോടുകൂടെ സ്നേഹിക്കുവാനും ആ കരുതലിൻ്റെ സ്നേഹത്തിൽ നിലനിർത്തുവാനും സാധിക്കുന്ന ഒരു ദൈവജന സമൂഹം കൂടെയുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, ഇന്നിൻ്റെ ഈ സാഹചര്യത്തിൽ പുരോഹിതൻ്റെ വിശുദ്ധി ഒരിക്കലും തകർന്നു പോവുകയില്ല. പ്രിയ പുരോഹിത, ഓർക്കുക, ഇന്ന് ദൈവവിളി എന്നത്, പൗരോഹിത്യ വിളി എന്ന് പറയുന്നത് വലിയൊരു വെല്ലുവിളി നിറഞ്ഞതാണ്.
പ്രിയ പുരോഹിത, നിന്റെ കൂടെ നിൽക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ പിന്നാമ്പുറങ്ങളിൽ കുത്തുന്ന ഒരു സമൂഹം, ഒരു കൂട്ടായ്മ നിന്റെ പിന്നിലുണ്ടെന്ന് എപ്പോഴും നിനക്ക് ഓർമ്മ വേണം. നിന്റെ സംസാരങ്ങളിലും നിന്റെ നടപ്പുകളിലും അതിൽ കുറ്റം കണ്ടെത്തുന്ന, കുറ്റം ആരോപിക്കുന്ന, നിന്റെ കൂടെ സഹചാരിയായി നിൽക്കുന്നവർ അതിന് ഒരുമ്പെടുമെന്ന സത്യവും നീ ഓർക്കണം. അതാണ് കർത്താവും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. 12 ശിഷ്യന്മാരിൽ ഒരുവൻ ഒറ്റിക്കൊടുത്തപ്പോൾ കർത്താവ് പറഞ്ഞത്, നിനക്കിത് സംഭവിക്കാതിരിക്കട്ടെ. അവൻ ജനിക്കാതിരുന്നെങ്കിൽ അവന് നന്ന്. ഒരു പുരോഹിതന്റെ, അഭിഷിക്തന്റെ ജീവിത മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുമ്പോൾ അവൻ്റെ മൂല്യങ്ങളെ കാണാതെ അവൻ്റെ കുറവുകളെ കണ്ടെത്തി അവന് സമൂഹത്തിനു മുമ്പിൽ പീഡനത്തിനും ഇരയാക്കുന്ന, വിമർശനത്തിനുമൊക്കെ ഇരയാക്കുന്ന ഒരു സമൂഹത്തിലാണ് രൂപപ്പെടുന്നുവെങ്കിൽ, പ്രിയ പുരോഹിത, നിനക്ക് മുമ്പിൽ കണ്ണീരൊഴുക്കാൻ നിന്റെ മുറിയല്ലാതെ മറ്റൊന്നുമില്ല. നിന്റെ വേദനകളും നൊമ്പരങ്ങളും ദൈവജനത്തിനു മുമ്പിൽ നീ ചിരിച്ചു നിൽക്കുമെങ്കിലും നിന്റെ ഹൃദയം വെമ്പുമ്പോൾ, നീ അവരുടെ മുമ്പിൽ വേദനയോടുകൂടെ നിൽക്കുമ്പോൾ, ആ വേദന മറ്റാരെയും അറിയിക്കാതെ നിന്റെ നൊമ്പരങ്ങൾ ഹൃദയത്തിൽ ഒതുക്കി, പ്രിയ പുരോഹിത, നിനക്കൊരുക്കപ്പെട്ട സ്ഥലം നിന്റെ മുറിയിലിരുന്ന് കരയുവാനുള്ള ആ ഭാഗ്യം മാത്രമേ നിനക്ക് മുമ്പിലുള്ളത്. അതാണ് പൗരോഹിത്യം ഇന്നിൻ്റെ സാഹചര്യത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് ആ വെല്ലുവിളികളെ നാം തരണം ചെയ്യുവാൻ ഒരേ ഒരു കാര്യം മാത്രമേ സഭ നമ്മളോട് പറയുന്നുണ്ട്: നിരന്തരമായി പ്രാർത്ഥിക്കുക, ദൈവത്തെ ഹൃദയത്തോട് ചേർക്കുക. നാം ഇന്നലെ വരെ അനുഷ്ഠിച്ച, നമ്മുടെ സെമിനാരികൾ നമുക്ക് നൽകിയ ആ രൂപീകരണത്തിൽ നാം ഇന്നലെ വരെ അനുഷ്ഠിച്ച ജപമാലകളും പ്രഭാത പ്രാർത്ഥനകളും ഭജന വായനങ്ങളും ധ്യാനങ്ങളും കുമ്പസാരങ്ങളും ദിവ്യബലി അർപ്പണം മുടങ്ങാതെ അർപ്പിക്കുന്നതിലുമാണ് നമ്മുടെയൊക്കെ ജീവിതം ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ ആ കർമ്മങ്ങൾ നമ്മളെ കൂടുതൽ കൂടുതൽ കരുത്തുറ്റവരാക്കുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് സിൽവദാസ് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു പൗരോഹിത്യം എന്നത് കുറേ വർഷങ്ങൾക്കപ്പുറം ഈ ദേവാലയത്തിൽ പരിപാവനമായ അൾത്താരയെ വിശുദ്ധീകരിച്ചുകൊണ്ട് ബലി അർപ്പിക്കുന്നുവെങ്കിൽ അവൻ ഒറ്റയ്ക്കുള്ള യാത്രയല്ല സഭയെ വിശുദ്ധീകരിക്കപ്പെടേണ്ടത്. അവൻ ഒറ്റയ്ക്കല്ല, അവനോടൊപ്പം ഞങ്ങളുമുണ്ട് എന്ന പൂർണ്ണമായ ഒരു ഉത്തരവാദിത്വം ദൈവജനത്തിനുമുണ്ട്. നീ മുന്നോട്ട് നയിക്കുക, നിന്നോടൊപ്പം, നിന്റെ പിന്നിൽ, നിന്റെ ചാര ഞങ്ങളുണ്ട് എന്ന് പറയുന്ന ആ വാക്കുകളാണ് ഓരോ പുരോഹിതരെയും ശക്തിപ്പെടുത്തുന്നത്. പ്രിയ പുരോഹിത, നീ നിന്റെ മുമ്പിൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നീ നിന്റെ പാദങ്ങൾ മുന്നോട്ട് വയ്ക്കുക. ആ പാദങ്ങൾക്ക് ശക്തി പകരാൻ നിന്റെ കൂടെ ഞങ്ങളുണ്ട് എന്ന് ഉറപ്പ് നൽകുന്ന വാക്കുകൾ ദൈവജനത്തിൽ നിന്ന് ഉയരുമ്പോഴാണ് ഒരു പുരോഹിതൻ കൂടുതൽ കൂടുതൽ ശക്തി ആർജിക്കുന്നവനായി തീരുന്നത്. അവൻ്റെ ശുശ്രൂഷയിൽ അവൻ ദൈവത്തോട് കൂടുതൽ കൂടുതൽ ചേർന്ന് നിൽക്കുന്നവനായി തീരുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് ആത്മാർത്ഥമായി സിൽവദാസ് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ന് ആഘോഷമായി കൈകളിൽ പൂക്കളും നൽകി പൊന്നാടയും അണിച്ച് നൃത്തച്ചുവടുകളോടുകൂടെയാണ് ഈ ദേവാലയത്തിലേക്ക് ആനയിച്ചത്. സിൽവദാസ് അച്ഛൻ ഓർക്കുക, ഈ ദേവാലയത്തിൽ നിന്ന് കിട്ടുന്ന ആദ്യത്തെയും അവസാനത്തെയും സ്വീകരണമാണ്. ഇനിയൊരു സ്വീകരണം കിട്ടണമെങ്കിൽ 25 വർഷങ്ങൾക്കപ്പുറം അത് ഈ ദൈവജനം ആഗ്രഹിക്കണം, ഒരു ജൂബിലി ആഘോഷമുണ്ടെങ്കിൽ. പ്രിയ പുരോഹിത, ജീവിതയാത്രയിൽ നമ്മൾ ഒറ്റയ്ക്കാണ്. ദൈവം നമ്മളോട് കൂടെയുണ്ടെങ്കിൽ ആ ഒറ്റയ്ക്കുള്ള യാത്രയ്ക്ക് ഒരു ഭംഗവും വരാതെ ദൈവം നമ്മെ കാത്ത് സംരക്ഷിക്കും. നിനക്ക് കരുത്തുണ്ട്. നീ ഇന്നലെ വരെ പ്രാർത്ഥിച്ച പ്രാർത്ഥന നിനക്ക് കൂടെയുണ്ട്. ഇന്നലെ വരെ മുട്ടിൽമേൽ നിന്ന് നിനക്ക് വേണ്ടി കൈകൾ വിരിച്ച് ക്രൂശിതനായ യേശുവിന് മുമ്പിൽ പ്രാർത്ഥിച്ച നിന്റെ അമ്മയുടെയും നിന്റെ സഹോദരങ്ങളുടെയും ഇടവക മക്കളുടെയും പ്രാർത്ഥന നിനക്ക് കരുത്തായുണ്ട്. അതുകൊണ്ട് മുന്നോട്ട് പോവുക. പ്രതിസന്ധികളിൽ തളരാതെ, വിമർശനങ്ങളിൽ വിട്ടുകൊടുക്കാതെ, ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങളിൽ ആഴ്ന്നിറങ്ങാതെ, ദൈവം നൽകുന്ന ആ കരുണയും കൃപയും ദൈവജനത്തിന് ഒരു കുറവും കൂടാതെ അത് നൽകുവാൻ നിനക്കെപ്പോഴൊക്കെ സാധിക്കുന്നുവോ അപ്പോഴൊക്കെ ദൈവത്തിൻ്റെ കരുത്ത് നിന്റെ ഹൃദയത്തിൽ എന്നും തങ്ങി നിൽക്കുന്നു. നമുക്കും ഈ തിരുബലിയിൽ സിൽവദാസ് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കും. നടന്നു വന്ന വഴികൾ ഒത്തിരിയേറെ പ്രയാസമേറിയതാണ്. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളിലൂടെയും പ്രാരാബ്ധങ്ങളിലൂടെയും ജീവിതത്തിലെ പ്രതിസന്ധികളിലൂടെയുമൊക്കെ സിൽവദാസ് അച്ഛൻ നടന്ന് ഇന്ന് കയറി. കഴിഞ്ഞ 6 മാസക്കാലവും എന്നോടൊപ്പമാണ് സിൽവദാസ് തൻ്റെ ഡീക്കൻ മിനിസ്റ്റർ ചെയ്തത്. ഇത്രയേറെ സന്തോഷത്തോടുകൂടെ, വളരെ പക്വതയോടുകൂടെ, ഒരു വൈദികനോട് ഉണ്ടാകുന്ന എല്ലാ സ്നേഹത്തോടും ആധികാരികതയോടുകൂടെ തന്നെ സിൽവദാസ് 6 മാസക്കാലം എന്നോട് ചെലവഴിച്ചു. പക്ഷേ ഒരിക്കൽ ഒരു ദിവസം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് ഞാൻ സിൽവദാസിനോട് ചോദിച്ചു, എന്താണ് നിന്റെ മുഖം വല്ലാണ്ടിരിക്കുന്നത്? എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നുമില്ല അച്ഛാ എന്ന് പറഞ്ഞു. ഞാൻ വീണ്ടും ചോദിച്ചു, എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറയാം. 2 ദിവസങ്ങൾ കഴിഞ്ഞ് ഞാൻ മുറിയിലിരിക്കുമ്പോൾ സിൽവദാസൻ ഫോൺ വിളിച്ച് പറയുന്നു,
എനിക്ക് അച്ഛനോട് സംസാരിക്കണം. എനിക്ക് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആദിയായി എന്താണ് സിൽവദാസന് സംസാരിക്കാനുള്ളത്? സിൽവദാസൻ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് എന്നോട് പറഞ്ഞു, അച്ഛാ, എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വലിയ ഭയമാണ്. എന്നെ വല്ലാതെ ഭയപ്പെടുത്തുന്ന അനുഭവങ്ങളാണ് എൻ്റെ ഉള്ളിലൂടെ കടന്നു പോകുന്നത്. വല്ലാത്ത പ്രതിസന്ധി നേരിടുന്ന ഒരു സമയമാണ്. പക്ഷേ ഞാൻ സിൽവദാസനോട് ചോദിച്ചു, എന്തെങ്കിലും വ്യക്തിപരമായ കാരണമാണോ? ഇല്ല, അങ്ങനെ വ്യക്തിപരമായ കാരണങ്ങളൊന്നും എൻ്റെ ഉള്ളിലില്ല. പക്ഷേ എന്തോ ഭയപ്പെടുത്തുന്നു. പ്രിയമുള്ളവരെ, ഞങ്ങൾ രണ്ടുപേരും ഏകദേശം 1 മണിക്കൂറോളം സംസാരിച്ചു. ആ 1 മണിക്കൂർ കഴിഞ്ഞ് സിൽവദാസൻ വളരെ സന്തോഷത്തോടെ, വളരെ ധൈര്യത്തോടെ, വളരെ പ്രത്യാശയോടെ, പ്രതീക്ഷയോടെ, വളരെ പ്രസന്നതയോടുകൂടെ അവൻ എഴുന്നേറ്റു. അവൻ പറഞ്ഞു, ഇനി ഈ യാത്രയിൽ തളരാതെ ഞാൻ മുന്നോട്ട് പോകും. ഞാൻ ഇന്ന് വരെ ആർജിച്ചെടുത്ത പൗരോഹിത്യ ശുശ്രൂഷയുടെ ആ ഉത്തരവാദിത്വത്തിൽ ഇനി ഒരിക്കലും തളരാൻ ദൈവം എന്നെ അനുവദിക്കുകയില്ല എന്ന ശക്തിയേറിയ ആ പ്രത്യാശയുടെ നിമിഷങ്ങളിലേക്കാണ് സിൽവദാസൻ കടന്നുപോയത്. പ്രിയമുള്ളവരെ, എനിക്കും നിങ്ങളോടുള്ളത്, നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം. ഒരു പുരോഹിതനു വേണ്ടി പ്രാർത്ഥിക്കണം. അവൻ്റെ ഹൃദയത്തിൽ ഭയപ്പെടുത്തുന്ന, അവൻ്റെ വേദനയിൽ, നൊമ്പരങ്ങളിൽ അവൻ തളർന്നു പോകുന്ന നിമിഷങ്ങൾ ഒത്തിരിയേറെയാണ്. ഒറ്റപ്പെട്ടു പോകുമ്പോൾ, വിമർശനങ്ങൾ ഏൽക്കുമ്പോൾ, അവനെക്കുറിച്ച് കുറ്റപ്പെടുത്തലുകൾ സമൂഹത്തിൽ പരസ്പരം പറഞ്ഞ് നാറ്റിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദനയുണ്ടല്ലോ, അത് സഹിക്കാവുന്നതിനേക്കാൾ അപ്പുറത്താണ്. അതുകൊണ്ട് പുരോഹിതരോടൊപ്പം ചേർന്ന് നിൽക്കാം. സഭയെ നമുക്ക് വിശദീകരിക്കാം. സഭയിൽ നമുക്ക് നമ്മുടെ സഭയായി നമുക്ക് നോക്കാം. പുരോഹിതനെ സ്വന്തം മകനായി കാണാം, സ്വന്തം സഹോദരനായി കാണാം, സ്വന്തം കൂടപ്പിറപ്പായി കാണാം, സ്വന്തം കൂട്ടുകാരനായി കാണാം. അവൻ്റെ കരം പിടിച്ച് നടക്കാൻ നമുക്കും അവന് ശക്തി നൽകാം. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ഒരു പുരോഹിതനും തളർന്നു പോകില്ല, ഒരു പൗരോഹിത്യവും നശിച്ചു പോകില്ല, ഒരു പൗരോഹിത്യ ശുശ്രൂഷയും അത് നിർവീര്യമാകില്ല, ഒരു അനുഗ്രഹവും പാഴായി പോകില്ല. അതെല്ലാം ദൈവജനത്തിനു വേണ്ടി ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ പൂർത്തീകരിക്കാൻ സാധിക്കും എന്ന വലിയ ബോധ്യത്തോടുകൂടെ നമുക്കും സിൽവദാസ് അച്ഛനോടൊപ്പം യാത്ര ചെയ്യാം. സിൽവദാസ് അച്ഛനും കൂടെയുള്ള 8 നവവൈദികർക്കും എല്ലാവരുടെയും പേരിൽ ആത്മാർത്ഥമായ അഭിനന്ദനങ്ങളും പ്രാർത്ഥനകളും നേരുന്നു.